പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങളൊരു ഊട്ടി യാത്ര പോയിരുന്നു. അതിനെക്കുറിച്ച് പറയുവാനും കാണിക്കുവാനുമാണ് ഞാനിപ്പോൾ ചാനലിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കൊല്ലത്ത് നിന്നാണ് ട്രെയിൻ കിട്ടിയത്. വെളുപ്പിന് 2 മണിക്കായിരുന്നു ഊട്ടിയിലേക്കുള്ള ട്രെയിന്. അത് ഞങ്ങൾക്ക് 2 മണി എന്നുള്ളത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അത്രയും ലേറ്റായിട്ടാണ് ട്രെയിൻ കിട്ടിയത്. ട്രെയിൻ ലേറ്റായത് കാരണം ഞങ്ങൾക്ക് 6,000 രൂപയോളം അഡീഷണലായിട്ട് ചിലവായി. പുറത്ത് റൂമൊക്കെ എടുക്കേണ്ടി വന്നിരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡാണ്. ഇത് എൻ്റെ മകളാണ്. മകളുടെ 3 കുഞ്ഞുങ്ങളാണ്. പക്ഷേ ട്രെയിനൊക്കെ നല്ല വൃത്തിയായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ കാണുന്നതാണ് മോളുടെ ഭർത്താവ്, ഞങ്ങളുടെ മോനാണ്. കോയമ്പത്തൂർ പൊടിഞ്ഞൂർ എന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓമിനി കാറിലാണ് കയറി ഊട്ടി ബസ് സ്റ്റാൻഡിലോട്ട് പോയത്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴും തന്നെ ഒരു ഊട്ടി ബസ് കിടക്കുന്നത് കണ്ട് ഞങ്ങൾ അതിലേക്ക് കയറി. ഞങ്ങളുടെ യാത്ര അവിടെ നിന്ന് ഊട്ടിയിലേക്ക് തുടങ്ങിയായിരുന്നു. രാത്രിയായതുകൊണ്ട് ഹെയർപിന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾ അവിടെ ബസ്സിൽ കയറിയപ്പോൾ തന്നെ 11:30 സമയമായിരുന്നു. ഊട്ടി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ സമയം 3 മണിയായിരുന്നു. ഊട്ടിയിലിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അത് കാരണം ഞങ്ങൾ കരുതി വെച്ചിരുന്ന സ്വെറ്ററൊക്കെ അവിടെ വെച്ച് തന്നെ ഞങ്ങളെല്ലാവരും ഇടാൻ തുടങ്ങിയായിരുന്നു. ഇട്ട് അവിടെ പിന്നെ ഒരു ചായക്കാരൻ ഒരു ചായ കൊണ്ടുവന്ന് ഓരോ ഗ്ലാസ് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. എൻ്റെ കൊച്ചുമോൾ നല്ല വിറയലായിരുന്നു. സ്വെറ്റർ ഇട്ടിട്ട് പോലും നല്ല വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും നല്ല തണുപ്പ്. പക്ഷേ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്തിട്ടിരുന്ന ആ ഹോട്ടലാണ് ഈ കാണുന്നത്. ഓട്ടോക്കാരൻ ആ ഹോട്ടലിൽ തന്നെ കൊണ്ട് ആക്കുകയും ചെയ്തു. ഹോട്ടലിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി ഇരിക്കുകയാണ്. ഓർഡർ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാറ് പിടിച്ച് ആ കാറിൽ തന്നെ ഞങ്ങളുടെ ഊട്ടി യാത്ര തുടങ്ങി. ഓരോ സ്ഥലങ്ങളായിട്ട് ആ കാറുകാരൻ കൊണ്ട് കാണിക്കുകയായിരുന്നു. ഞങ്ങൾ ആദ്യമായി ദോഡാപേട്ട പീക്കിലേക്കാണ് പോയത്. നീലഗിരി പർവ്വതനിരയുടെ തന്നെ ഉയരമുള്ള സ്ഥലമായിരുന്നു ഇത്. അവിടെ നിന്നാൽ ടെലസ്കോപ്പിക് വ്യൂ തന്നെ കാണാൻ സാധിക്കും. കാണാൻ വളരെ മനോഹരമായിരുന്നു.
വ്യൂ പോയിൻ്റ് കണ്ടിറങ്ങിയതിന് ശേഷം ഡ്രൈവർ ഞങ്ങളെ നേരെ കൊണ്ടുപോയത് ടീ ഫാക്ടറിയിലേക്കും ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കുമാണ് കൊണ്ടുപോയത്. ഈ കാണുന്നത് ടീ ഫാക്ടറിയാണ്. തേയില ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് ഈ കാണുന്നത്. ഒരു ട്രോളിയിൽ ഇല കൊണ്ടുവന്ന് അത് തീരെ പതുക്കെ പതുക്കെ ട്രോളി വരുന്നതും ഒരു ഡ്രമ്മിൽ കൊണ്ടുവന്ന് തട്ടുന്നതും. അത് ആ തട്ടുന്ന ഇലകൾ വീണ്ടും അവിടെ നിന്നൊരു സ്ത്രീ തൂത്ത് വീണ്ടും ഒതുക്കി ഒതുക്കി വീണ്ടും വീണ്ടും ഈ ഡ്രമ്മിലോട്ട് തട്ടുന്നു. ഇത് ട്രോളി വഴി ഡ്രമ്മിലോട്ട് തട്ടുന്നുണ്ട്. അത് ഇങ്ങനെ അരഞ്ഞരഞ്ഞ് മറ്റൊരു മെഷീനിലോട്ട് പോയി അരഞ്ഞ് ചെറുതാകുന്നുണ്ട്. ആ ഇലകളെല്ലാം ചെറുതാകുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും വേറൊരു മെഷീനിലോട്ട് ഈ ഇലകളൊക്കെ പോകുന്നുണ്ട്. കണ്ടോ, വ്യത്യാസം കാണുന്നുണ്ടല്ലോ. അടുത്ത് വേറൊരു മെഷീൻ വഴി ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ വലിയൊരു ഡ്രമ്മിലാണ് ഈ ഇല കുഞ്ഞുങ്ങളെല്ലാം വീഴുന്നത്. പൊടിഞ്ഞ ഇലകളെല്ലാം വീഴുന്നത് ഈ വലിയ ഡ്രമ്മിലാണ്. ഈ ഡ്രമ്മിൻ്റെ ഇങ്ങേ അറ്റത്തായിട്ട് ഒരു ഫാൻ പോലെ വെച്ചിട്ടുണ്ട്. അത് പറന്ന് ഈ കാണുന്നതാണ് ഫാൻ. അത് പറന്ന് ചെന്ന് വീഴുന്നത് കാണാനൊക്കെ നല്ല കൗതുകം തോന്നുന്നുണ്ട്. ഈ മെഷീനിൽ ഇങ്ങനെ തേയില ആയിക്കൊണ്ടേയിരിക്കുകയാണ്. തേയില ആകുന്നതിൻ്റെ അവസാന ഘട്ടമായിട്ടുണ്ട്. തേയിലയൊക്കെ നല്ല കറുത്ത കളറിലാകുന്നുണ്ട്. ഈ കാണുന്നത് ശരിക്കും തേയിലപ്പൊടിയായി മാറിയിട്ടുണ്ട്. നല്ല പച്ച നിറത്തിലിരുന്ന ഇല ഇങ്ങനെ പല മെഷീനിലോട്ട് വന്ന് അത് അവസാനം നമ്മൾ വാങ്ങിക്കുന്ന തേയിലയുടെ നിറത്തിലെത്തി. അത് ഇവിടെ ഒരു മെഷീനിൽ കയറ്റി അത് പാക്ക് ചെയ്ത് അത് ആ മെഷീൻ വഴി പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. അവിടെ നിന്നൊരാൾ ഇതെല്ലാം മാറ്റി ഇടുന്നുണ്ട്. പാക്ക് ചെയ്യുന്നതെല്ലാം മാറ്റി ഇടുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് 1 കിലോ തേയില വാങ്ങിച്ചിട്ടുണ്ട്. 1/2 കിലോ ചോക്ലേറ്റിൻ്റെ തേയിലയും 1/2 കിലോ സാദാ തേയിലയും വാങ്ങിച്ചിട്ടുണ്ട്.
ഞങ്ങളിവിടെ ബില്ലൊക്കെ ചെയ്ത് സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നേരെ പോയത് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് പോയത്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. ഇങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് പോയി. നമ്മൾ ഫാക്ടറിയിൽ കയറുമ്പോഴേ തന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടി 3-4 മിഠായി കയ്യിൽ തരുന്നുണ്ട്. പോകുന്ന എല്ലാവർക്കും തരുന്നുണ്ട്. നല്ല മിഠായി ആയിരുന്നു കേട്ടോ. ഇത് ഓരോ മെഷീനിലും ഇങ്ങനെ ചോക്ലേറ്റ് ഉരുക്കിയൊക്കെ എടുത്ത് ട്രേയിലോട്ട് കോരി ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഡ്രമ്മിലോട്ടായിട്ട് ഇങ്ങനെ പല വിധത്തിൽ അവർ ചോക്ലേറ്റ് ഉരുളകളാക്കി വരുന്നതും പിന്നെ അത് ബോക്സിലാക്കിയതും ഒക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് വാങ്ങിയ മിഠായിയൊക്കെ നല്ല അടിപൊളി മിഠായി ആയിരുന്നു. 100 ഗ്രാമിന് 140 രൂപയ്ക്കുള്ളതുണ്ട്, 100 ഗ്രാമിന് 160 രൂപയ്ക്കുള്ളതുണ്ട്. കൊള്ളാം. അങ്ങനെ ഞങ്ങൾ കുറേ മിഠായിയൊക്കെ വാങ്ങിച്ചു. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആ ഏരിയയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം നിന്ന് സമയമൊക്കെ അങ്ങനെ പോയി. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുതിര സവാരി നടത്തുന്ന സ്ഥലത്തോട്ട് പോയി. കാറുകാരനാണ് ഈ സ്ഥലത്തൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ കുതിരയെ കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുതിരപ്പുറത്ത് കയറണമെന്നുള്ളതായി. ഒരു കുതിരയിൽ എൻ്റെ മകളും ഒരു മോളും, ഒരു കുതിരയിൽ എൻ്റെ മോനും ഒരു മോളുമായിട്ടാണ് കയറിയത്. അവരിതാണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ എൻ്റെ മോളും മോനും കൊച്ചുമോനും, ഇതെൻ്റെ മോനും കൊച്ചുമോളും. അങ്ങനെ അവരുടെ ആഗ്രഹവും കുതിരപ്പുറത്ത് കയറേണ്ട ആഗ്രഹവും സാധിച്ചു. ഞങ്ങൾ അവിടുത്തെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട്ടിലുള്ള തന്നെ ഊട്ടിയിലുള്ള തന്നെ വാക്സ് മ്യൂസിയത്തിലോട്ട് പോയി. വാക്സ് മ്യൂസിയമാണ് ഈ കാണുന്നത്. പക്ഷേ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതൊക്കെ കണ്ടു. മദർ തെരേസ ശരിയായിട്ടില്ലായിരുന്നു. ഇങ്ങനെ കുറച്ച് മെഴുകുകൊണ്ടുണ്ടാക്കിയതൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ മറ്റുള്ള സ്ഥലത്തുള്ളത് കണ്ടു നോക്കുമ്പോൾ ഇതൊന്നും അത്ര പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നമ്മുടെ വീരപ്പനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വാക്സ് കൊണ്ട് ഇത്രയും ആണ് ഊട്ടിയിൽ കണ്ട വാക്സ് മ്യൂസിയം. ഇതിൽ നിന്ന് ചില ഗുണപാഠങ്ങളും ഉണ്ട്. കള്ള് കുടിച്ചിട്ട് സ്കൂട്ടർ ഓട്ടിച്ച് മറിഞ്ഞു വീഴുന്നതും ആൾ ഡെത്താകുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ അവിടെ. ഇത് പഴയകാലത്ത് ചട്ടിയും കലങ്ങളും ഉണ്ടാക്കുന്ന ആ ഒരു വിഭവക്കാരാണ് ഈ കാണുന്നത്. ഇത് ഡ്രംസ് അടിക്കുന്നവരുടെ പ്രതിമ. വാക്സ് മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനായിട്ടാണ്. ഇവിടെ കാണാനാണെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു. പല ഇനത്തിലുള്ള ചെടികളും വർഷങ്ങൾ പഴക്കമുള്ള പല ഇനത്തിലുള്ള തടികളുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല വെറൈറ്റിയിലുള്ള തടി വൃക്ഷങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൃക്ഷങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു.
ഞങ്ങൾ കുറച്ച് നേരം ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം ഞങ്ങളുടെ കൊച്ചുമക്കളൊക്കെ ഓടിക്കളിക്കുകയും അവരെ സന്തോഷം അങ്ങനെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുറേ അധിക നേരം ഞങ്ങളിവിടെ ചിലവഴിച്ചു. നമ്മളിവിടെ ഇരിക്കും തോറും ഒരു മടുപ്പും നമുക്ക് തോന്നാറില്ല. ഓരോ മരങ്ങളുടെ വലിപ്പങ്ങളൊക്കെ നോക്കിയും ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. ഇത്രയും വലിപ്പമുള്ള തടി ഇങ്ങനെ കാണുന്നല്ലോ, ഞങ്ങൾ ഇത്രയും വലിപ്പമുള്ള മരങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ വേണ്ടിയുള്ള വലിപ്പത്തിലുള്ള മരങ്ങളില്ലല്ലോ. പലതരത്തിലുള്ള പല ചെടികളും ഇവിടെ കാണാൻ സാധിച്ചായിരുന്നു. ഇന്ത്യയുടെ തന്നെ പൂവടം ചെടികളാൽ അലങ്കരിക്കപ്പെട്ടത്. അതിനോടൊപ്പം ഒരു താറാവ് നടന്നു വരുന്നത് കാണാം. കൊച്ചുങ്ങൾ ആ താറാവിനോടൊപ്പം കുറച്ച് നേരം അങ്ങനെ സമയം കളഞ്ഞു. ഇത് വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് ഈ കാണുന്നത്. കള്ളിമുൾച്ചെടി, ഇത് കള്ളിമുൾച്ചെടികളാണ് ഈ കാണുന്നത്. ഞാൻ എന്തായാലും നടന്ന് തളർന്ന് ഒരരികിൽ പോയിരിക്കുകയായിരുന്നു. എനിക്ക് മുട്ടിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് കിലോമീറ്ററുകളോളം നടക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ ഈ ഗാർഡൻ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു കടയിൽ കയറി ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അന്നേ ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു സ്ഥലത്തോട്ട് പോയി. ഞങ്ങൾ കണ്ടതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലോട്ട് ഇടുന്നതാണ്.